ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളോടൊക്കെ തന്നെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് അടുപ്പിച്ച് ഹെയർ കെയർ സ്കിൻ കെയറോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഹെയർ കെയർ നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ആഴ്ച ഒരു ദിവസം ചെയ്താൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ളത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം. ഓക്കെ, കാരണം വെച്ചാൽ എനിക്കും ഒത്തിരി മുടി പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ അറിയാമല്ലോ, എനിക്കും മുടി കുറവുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം നോക്കാം. പിന്നെ ഞാൻ മോക്കിട്ട് കൊടുത്തു, പക്ഷെ പിള്ളേർക്ക് ഇടുമ്പോൾ വെച്ചാൽ നല്ല റിസൾട്ട് കിട്ടും. കാരണം അവർ വളരുന്ന പ്രായവും കൂടി ആയതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചണവിത്ത് ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ളൊരു സൂപ്പർ ഹെയർ ജെല്ലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫുള്ള് തലമുടിയും സ്കാൽപ്പ് ഫുൾ അപ്ലൈ ചെയ്തിട്ടൊരു 15 മിനിറ്റ് നമുക്ക് വെച്ച ശേഷം ഷാമ്പു വേണമെന്നില്ല, വാഷ് ചെയ്ത് കളയാം. നല്ല സൂപ്പർ റിസൾട്ടാണ്. പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ട് പേഴ്സണലായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മുടിക്ക് കുറച്ചും കൂടെ നല്ല സ്മൂത്തായിട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് വോളിയം തോന്നുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ താരനൊക്കെ മാറാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചണവിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊരു ഹെയർ ജെൽ അല്ലെങ്കിൽ നമ്മൾ ഹെയർ പാക്ക് പോലെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഹെയറിന് മാത്രമല്ല ഫേസിന് നല്ലതാണ് കേട്ടോ. നല്ല ഗ്ലോ സ്കിന്നിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ജെല്ലാണ്. ഓക്കെ, അപ്പം ഒട്ടും താമസിക്കണം, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിതിനകത്ത് 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് 2 കപ്പ്, ഈ ഒരു കപ്പിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് നമുക്ക് തിളച്ച് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്രയും ഫ്ലാക്സ് സീഡ്, അതായത് എൻ്റെ കൈക്ക് ഒരു പിടിയോളം ഉണ്ട്. എന്നിട്ട് ഇതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളക്കണം. അപ്പോൾ നമുക്കിങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ജെല്ലിൻ്റെ ഒരു ഇതിലോട്ട് ആയി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്നും കൂടി 2 മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം തണുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തണുത്ത് കഴിഞ്ഞാൽ അത് വേഗം സെറ്റായി പോവേ. അതുകൊണ്ട് നമുക്ക് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് അരിപ്പയിലോ അല്ല ഇച്ചിരി ഗ്യാപ്പ് പിന്നെ എന്തെന്നാ അരിപ്പ് തന്നെ ഇച്ചിരി അടുപ്പമുള്ള അരിപ്പ്, അകലമുള്ള അരിപ്പയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല ജെല്ല് പോലെ പെട്ടെന്ന് ഇത് സെറ്റാവും. അതുകൊണ്ടാണ് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഇത് ഞാൻ കളയുന്നില്ല കേട്ടോ. ഇതിനെ കൊണ്ടൊരു ഹെയർ പാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേനും ഇത് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ളത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ മുടിയുടെ ചടക്കൊക്കെ നന്നായിട്ട് തീർത്ത ശേഷം ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇങ്ങനെ വെച്ച് എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം വെച്ചാൽ ഈ തെന്നിങ് പോരുന്നുണ്ട്. എന്നിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇതുപോലെ സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്ത് മുടി കംപ്ലീറ്റ് നമുക്ക് ചെയ്യാം. കാരണം വെച്ചാൽ ഫുള്ള് ചെയ്യാം. നല്ല തണുപ്പാണെന്ന് തോന്നുന്നു. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത ശേഷം എനിക്ക് കമൻറ്റ് ഇടുക. പിന്നെന്താ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴത്തേനും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കണം. ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. അതൊരു സിമ്പിൾ റിക്വസ്റ്റാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.